കിളിയിലുമണികൾ എല്ലാ വഴികളിലും എന്തൊരസ്മാണ് നീ വഴിയിൽ കുതിരയെ ഓടിക്കാൻ. കിളിയിലുമണികൾ എല്ലാ വഴികളിലും എന്തൊരസ്മാണ് നീ വഴിയിൽ കുതിരയെ ഓടിക്കാൻ. മഞ്ഞുകൾ പെയ്യുന്നു, കുതിരകൾ ഓടുന്നു, കേക്കുകൾ കുറിക്കുന്നു. അവരുടെ അടുത്ത് LMS എക്സിബിഷൻ കാണാൻ കയറിയതാണ്. എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. ഞാനുണ്ട്, കുഞ്ഞോളുണ്ട്. ആയിക്കോട്ടെ. ഭാര്യയായിട്ട് ഇവിടെ എന്താ സ്കൂളിലെ എക്സിബിഷനാ? പിന്നെ ആത്തിരിക്കുന്ന അസ്ഥി കൂടെ ഒക്കെ ഇവർക്ക് എന്തെങ്കിലും അച്ചാറില്ല. എന്നെ ഒന്നും പേടിപ്പിക്കാൻ പറ്റൂല. കേട്ടോ? നോക്കാം. പേടിച്ച എങ്ങനെയുണ്ടപ്പാ? കൊള്ളാം. ആക്ച്വലി അകത്ത് വെച്ചുള്ള വീഡിയോ എനിക്ക് യൂട്യൂബ് ഇടാൻ പറ്റൂല. എനിക്ക് ബാങ്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ അത് ഇടൂല. പിന്നെ വേണമെന്നുള്ളവർ വന്ന് കണ്ടു വെക്കണേ. ഇത് ഈ മാസം കൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ അടുത്ത ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം കൂടെ അല്ലേ ഉള്ളൂ? ഈ മാസം കൂടെ ഉള്ളൂ. കോടകരത്തെ ലഭിക്കുന്നു 250 രൂപയ്ക്ക്. അതുപോലെ വ്യത്യസ്ത കളറുകളുള്ള ഹൽവ ലഭിക്കുന്നത് 100 രൂപയ്ക്കാണ്. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്. ഫസ്റ്റ് സെക്ഷനിൽ കയറി. അതിൻ്റെ അവിടെ ഉള്ള വീഡിയോ ഇട്ടാൽ എനിക്ക് ബാൻ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. ഇവിടെ ഒരു സാന്റാക്ലോസ് നടത്തിയിട്ടുണ്ട്, ഒരു പടുകൂറ്റ സാധനം. ഇല്ല, ഫോട്ടോ ഒന്നും എടുത്തു തരാൻ പറ്റില്ല. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. ഇതില്ലേ? ഉണ്ട്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. ബാക്കി എക്സിബിഷൻ തുടങ്ങണതേ ഉള്ളൂ. ഇവിടെ ഒരു പെങ്കൊച്ചി കൈ കാണിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ഉണ്ട്. ഇത് റോബോട്ടിക് ആമാണ്. ഓക്കെ. അപ്പം നമുക്ക് വൈഫൈ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോൺ വഴി തന്നെ കൺട്രോൾ ചെയ്യാം. എന്തെങ്കിലും സാധനം ഗ്രാബ് ചെയ്തെടുത്ത് ഇപ്പുറത്ത് വെക്കണമെങ്കിലോ അതിൻ്റെ ഒരു ഗ്രിപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രിപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ച് ഗ്രിപ്പ് ചെയ്തെടുത്തിട്ട് അപ്പുറത്തോട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ. അപ്പോൾ വലിയ മറ്റേ കാർ ഇൻഡസ്ട്രീസിലൊക്കെ കാർ അതിൻ്റെ ഒരു ചെറിയ മോഡൽ. വയർലെസ് ചാർജിങ് സ്റ്റേഷൻ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഒരു ജസ്റ്റ് ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ അടിയൊരു കോയിലുണ്ട്. വയർലെസ് ചാർജിങ്, ഫോണിൻ്റെ വയർലെസ് ചാർജിങ് അതേ സെയിം പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് ചാർജ് ആയിക്കോളും. ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇനി ഫ്യൂച്ചറിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മോഡൽ സ്ട്രീറ്റ് ലൈറ്റ് സെൻസർ, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സെൻസർ, ഈ LDR സെൻസറിൽ
പക്ഷേ ഈ LMS ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ അടുത്തവിടെ ഈ പ്രോഗ്രാം നടത്തുന്ന ഈ സ്പീക്കറിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കണേ. ഭയങ്കര സൗണ്ടാണ്. ചിലവർക്കൊക്കെ തലവേദന, എനിക്കൊക്കെ ചെവിയൊക്കെ വേദന. കഴിഞ്ഞാ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ ഇതുവഴി എൻട്രൻസ് ഉണ്ട്. എന്താണ്? ഓ ആയിക്കോട്ടെ. മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തോട്ട് കയറണം. മുന്തിരിയിൽ ആപ്പിൾ പിടിച്ചു. ആരും ലൈറ്റൊക്കെ ചെയ്യണം. എല്ലാവരുടെ ഫോട്ടോ ബൂത്ത് വെച്ചു. അവളെ ചാടിച്ചാടി പോണ അവിടെ ചാടലല്ലോ, നിക്കണല്ലേ അവിടെ അത് കണ്ടല്ലോ. കണ്ടോ? അതാണ് അവിടെ കുറച്ച് സൺഫ്ലവർ കൂപ്പിച്ച് വെച്ചിരിക്കണം. ഏതോ രാജകൊട്ടാരോ രാജകൊട്ടാരം ഒട്ടകം. കിണറോ? കിണറൊക്കെ ഉണ്ട്. പുൽക്കൂടൊക്കെ വിസയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര പിടിച്ചില്ല. ഒരു ഗുമ്മില്ല പുൽക്കൂട്. ആ ഇവിടെ അത്ര ഒരു രസമില്ല. ഇവിടെ ഒരു ഒട്ടാപ്പക്ഷിയുണ്ട്. ഇത്രയും ഒന്നല്ല, 1 2 സ്മെല്ല്. എന്തിനാ വിളിച്ചടിക്കാനാ? ഇടത്ത എന്തൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അച്ഛന്മാർ നടത്തുന്ന പക്ഷികളാണെന്ന് തോന്നണം. പാമ്പിനെടുത്ത് പോയെന്നില്ല. തൊട്ട് തലേ ചേർത്തെടുത്ത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഈ പാമ്പിനെ എടുക്കാൻ. ഞാൻ 2 നേരത്തെ പോയി കണ്ടിട്ടുണ്ട്. ഒരെണ്ണത്തിന് 50 രൂപ. 3 അതിന് ആരൊക്കെ ഉണ്ട്? $50 കൊടുക്കും. എനിക്ക് പാമ്പിനാണ്. ഏതാണ്? ഇങ്ങനെ വെച്ചിരുന്നാ ഇങ്ങോട്ട് കാണിക്കാൻ. ഇങ്ങോട്ട് തിരിച്ച്
അടുത്ത ആണോ? അമ്പത് രൂപ എടുത്തിട്ട് വീഡിയോ കിട്ടിയില്ല, ഇങ്ങനെയാണ് ഇരിക്കണത്. ആ പാമ്പിനെ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പേടിയൊന്നും തോന്നൂല. അടുത്ത വ്ളോഗർ തുടങ്ങി. ഓ അങ്ങനെ തന്നെ എടുക്കാൻ. എത്തോ വരില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചു പക്ഷികളും പാമ്പും ഓന്തും വേറെ അത്രയൊക്കെ തന്നെ ഉള്ളു. അലർജി ഉള്ളവർക്ക് പറ്റത്തില്ല. അലർജി ഉള്ളവർ അതുവഴി കയറി ഇതുവഴി അങ്ങ് പോകും. അതേ നടക്കുള്ളൂ. വെള്ള മീൻ അത് ടർക്കിക്ക് വേണ്ടി. നമ്മളങ്ങനെ കുറച്ച് പക്ഷികളെയും മറ്റേനെയും കൂടെ കണ്ടു ഇറങ്ങി. ഇനി വേറെ വല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നോക്കട്ടെ, ഞാൻ വല്ല ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിനകത്ത്. ഹായ് ഗൈസ്, അങ്ങനെ കണ്ട് തീർന്നു. കാരണം നമ്മൾ കണ്ട് ഇവിടെ വെളിയിലെത്തി. ആക്ച്വലി 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ചിലർക്ക് കൂപ്പൺ കിട്ടുകയാണെങ്കിൽ 50 രൂപയ്ക്കും കിട്ടും. ബട്ട് ഈ 100 രൂപയ്ക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ടൊന്നും ഇല്ല. അതും പോരാഞ്ഞിട്ട് അകത്ത് കയറുമ്പം മറ്റേ പാമ്പിനെ എടുക്കണമെങ്കിൽ നിങ്ങൾ 50 രൂപ വീണ്ടും കൊടുത്തു വേണം ആ പാമ്പിനെ എടുക്കാൻ. ഇവിടെ എന്തൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും വർക്കിംഗ് ഒന്നുമില്ല. ആൻഡ് ഇവിടെ സ്റ്റാളൊന്നും വലുതായിട്ട് കാണില്ല, ഒന്നുമില്ല. 100 രൂപ പോയി വെറുതെ നഷ്ടം. 100 രൂപ നഷ്ടം. വിളിച്ചുകൊണ്ടൊന്നും നഷ്ടം. ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ്, നിന്നെ വിളിച്ചുകൊണ്ടൊന്ന് 100 രൂപ നഷ്ടം. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ലൈറ്റൊക്കെ തന്നെ കുറച്ച് കാണാൻ വല്ലതും ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. 100 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നത് വെറുതെ. ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾ വരികയാണെങ്കിൽ കനാക്കുന്നിൻ്റെ അകത്ത് വല്ലതും പോയിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. കനാക്കുന്നിൻ്റെ അവിടേക്ക് ഏകദേശം 100 രൂപ തന്നെ തോന്നി ടിക്കറ്റ് റേറ്റ്. അത്യാവശ്യം കാണാനും എന്തെങ്കിലും ഉണ്ട്. ഏകദേശം ആ ഒരു എമൗണ്ടിൽ തന്നെ. ഇവിടെ കുറേ സ്റ്റാർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ നല്ല ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അകത്തോട്ട് കാണാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ പിന്നെ എടുക്കാൻ വേറെ വ്ളോഗൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മേരയോടെ ചാടിക്കറി വന്നേട് പെട്ടുപോയി. സോ ബാഡ്. അയ്യോ, നടക്കാനും ഒരുപാടില്ല, കാണാനും ഒന്നുമില്ല, ഒരുപാട് ആയിപ്പോയി. എന്നുവെച്ചാൽ എനിക്ക് ഈ വട്ടത്തെ ക്രിസ്മസ് നല്ല മറ്റേത് കിട്ടിയ ക്രിസ്മസാണ്. ഒരു രസമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടെങ്കിലും കയറിയത്. ഇവിടെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഒന്നുമില്ലായിരുന്നു. പെട്ടുപോയി. ജസ്റ്റ് ബിലോ ആവറേജ് അല്ല, അതിൽ നിന്നും ബിലോ, ഏറ്റവും താഴെ പോയി. ഓക്കെ ബൈ. മറ്റേക്ക് നാളെ മറ്റന്നാളെല്ലാം കനാക്കൊന്ന് വരാൻ നോക്കാം, അതായിരിക്കും നല്ലത്. ഇതാണ് അതിൻ്റെ ഫ്ലെക്സ് പരിപാടികൾ. ഇത് ട്രിവാൻഡ്രം ഫെസ്റ്റ്. ഇത് ഇവിടെ നടക്കണല്ലേ? LMSൻ്റെ അകത്തുള്ള തന്നെ ട്രിവാൻഡ്രം ഫെസ്റ്റ്. നമ്മൾ ഇത് കണ്ടു നോക്കണേ. 1500 പക്ഷികളുള്ള ബേർഡ്സ് പാർക്ക്. എത്ര പക്ഷികളുണ്ടായിരുന്നു അമ്മ? എത്ര പക്ഷികളുണ്ടായിരുന്നു? അതിൻ്റെ അകത്ത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, കുറച്ച് പിന്നെ വേറെ എന്തോ തത്ത ഉണ്ടായിരുന്നു. ഇതല്ലാതെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല.
1500 പക്ഷികൾ. 120 അടിയിൽ പരം ഉയരമുള്ള ക്രിസ്മസ് ട്രീ. ഓക്കെ, അതുണ്ടായിരുന്നു. അത് പക്ഷേ വലിയ ലുക്കൊന്നുമില്ല. പിന്നെ 5000 നക്ഷത്ര തിളക്കങ്ങളും ഒന്നുമില്ല. മെഗാ നക്ഷത്രങ്ങളും പുൽക്കൂട് കൊള്ളൂല, എല്ലാം പോയി. ഒന്നുമില്ല. 1500 പക്ഷികളെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 150 പക്ഷികൾ പോലും ഇല്ലായിരുന്നു. ഇൻ കേസ് ഇനി എടുത്തോണ്ട് പോയതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ 30-ാം തീയതി വരെ പ്രോഗ്രാം ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പക്ഷികളൊന്നും കണ്ടില്ല. വെരി ബാഡ്, വെരി ബാഡ്. ഓക്കെ ഗൈസ്, ബൈ. ഇനി ഞാൻ ഇവരെ കുറച്ച് കുറ്റം പറഞ്ഞാൽ എന്നെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഇവരെ കുറച്ച് കുറ്റം പറയാനില്ല. കുറ്റം പറയാനായിട്ടും വലുതായിട്ടൊന്നുമില്ല. ഓക്കെ ബൈ. ഇനി ഞാൻ അറ്റം താഴെ വരെ നടക്കണം. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ ബൈക്ക് കൊണ്ട് വെച്ചിട്ടാണ് മേളിലോട്ട് കയറി വന്നത്. അയ്യോ, വഴികളിലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തൊരു രസമാണ്